എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ കൈഗറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൈഗർ വണ്ടി എടുത്തിട്ടുള്ള ഒരു കസ്റ്റമറിനെ പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാനുള്ള വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു കസ്റ്റമറിനെ കുറിച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു 7 വർഷത്തോളം മുമ്പ് റെനോ സർവീസ് സെൻ്ററിൽ വർക്ക് ചെയ്ത ഒരു മെക്കാനിക്ക് സ്വന്തമായി അത് കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങി വിജയകരമായിട്ട് രീതിയിൽ ആ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹം ഈ വാഹനം എടുക്കാനുണ്ടായ ചേതവികാരത്തെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ട് അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സനൽ എന്നാണ് പേര്. നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണറാണ്. അപ്പം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സനൽ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് സനൽ എന്നാണ്. ഞാൻ ഒരു മൾട്ടി കാർ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ഓട്ടോ ഫാഷൻ ആണ് എൻ്റെ വർക്ക്ഷോപ്പിന്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഞാൻ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തതാണ്. റെനോൾട്ടിലുണ്ടായിരുന്നു 5 വർഷം. അത് കഴിഞ്ഞ് വേറെ ഷെവർലെയുള്ള മാനുഫാക്ചറിലൊക്കെയാണ്. നമുക്ക് 13 വർഷം എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ എനിക്കുണ്ട്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. റെനോൾട്ടിൽ എത്ര വർഷം? 5.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ റെനോൾട്ട് ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് ഒരു റെനോ വണ്ടി എടുത്ത സമയത്ത് സാധാരണ ചില ആൾക്കാർ ഒരു എന്നുവെച്ചാൽ ഒരു എടുത്ത് വർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ടിയെക്കുറിച്ച് നെഗറ്റീവുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച് പല ആൾക്കാരും വണ്ടി എടുക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഒരു കൈഗർ എടുത്തത് നമ്മള് റെനോയിൽ വർക്ക് ചെയ്തിട്ട് കൈഗർ എടുത്തപ്പോൾ ആ വണ്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? കാരണം എനിക്ക് എന്റെ ഇതില് എനിക്ക് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ് എന്ന് വെച്ചാൽ റെനോ ബ്രാൻഡിൽ ഞാൻ വർക്ക് ചെയ്തപ്പം റെനോയെ സംബന്ധിച്ച് പറയുന്നത് റെനോ ക്വാളിറ്റി മെയിൻ എന്നൊരു ബ്രാൻഡാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇതെടുക്കാൻ. ചിലര് നെഗറ്റീവ് പറയുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. അതെ, എല്ലാ വണ്ടികൾക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. കാരണം ചില വാഹനങ്ങൾക്ക് അത് കൂടുതലായിരിക്കാം, ചിലതിന് കുറവായിരിക്കും. മറ്റേ വണ്ടികളെ അപേക്ഷിച്ച് ഇപ്പൊ ഒരു കൈഗറിനെ കുറിച്ച് എന്താണ് ഇപ്പൊ കുറച്ചാൾ യൂസ് ചെയ്തു, പിന്നെ ഓൾറെഡി അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തത് എന്താണ് അഭിപ്രായം? യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. കംഫർട്ട് ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് വണ്ടിക്ക്. സ്പേഷ്യസ് ആണ്. പിന്നെ ലുക്ക് വൈസ് ലോങ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് ഞാൻ എറണാകുളം വരെ പോയിട്ട് അടുത്ത മാസത്തേക്ക് ഞാൻ ചെന്നൈക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എറണാകുളമൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് മോശം. ഞാൻ നേരത്തെ മൈക്രോ ഉപയോഗിച്ചിരുന്നു. മൈക്രോയെക്കാട് ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. മൈലേജ് ഞാൻ ഇവിടെ ഇപ്പം പറയുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ മൈലേജ് കിട്ടുന്നുണ്ട്. ഫീഡ്ബാക്ക് വെച്ചിട്ട് ഞാൻ പല ആൾക്കാരും ചോദിച്ചു, ഒരു 17-18 റേഞ്ച് മൈലേജ് നമുക്ക് നോർമൽ റോഡിൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഹൈവേസിൽ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. അതിനെക്കാട്ടി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ മെക്കാനിക്കൽ നിങ്ങൾ ഓടിക്കുന്നത് ലെവലാണ്, അത് അങ്ങനെയാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൈലേജ് ഞാൻ റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അല്ല സനലിനെ സംബന്ധിച്ച് ഇപ്പൊ പറയാം. കാരണം വെച്ചാൽ നേരത്തെ ഒരു 5 വർഷം അല്ല 6 വർഷം മുമ്പാണ് റെനോയിൽ വർക്ക് ചെയ്തത്. എനിക്ക് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് 19.8 വരെ 19.8 വരെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു മൈലേജ്. കാരണം വെച്ചാൽ ഇതിന് ഓൾറെഡി പറയുന്നത് ഒരു 20 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത്. 19.8. അതപ്പോൾ ഞാൻ വലിയ സ്പീഡിലോ അല്ലെങ്കിൽ നോർമൽ ഡ്രൈവില്ല. നമ്മൾ എങ്ങനെയാണ് ഗിയർ റേഷ്യോയിൽ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്ത്. അതുപോലെ നമ്മൾ ഈ വണ്ടി എടുത്തത് RXL എന്നുള്ള വേരിയന്റ് അല്ലേ? RXL വേരിയന്റ് എടുത്തിട്ട് എന്തൊക്കെയാണ് അഡീഷണൽ ചെയ്തത്? ഞാൻ ആദ്യം ഡീക്രോം ആണ് ഫസ്റ്റ് ചെയ്തത്. ഇതല്ലേ ആദ്യം ലോഗോ ഡീക്രോം ചെയ്തു. പിന്നെ നമ്മുടെ ഗ്രില്ലും ഡീക്രോം ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഗ്രാഫൈൻ കോട്ട് ചെയ്തു. പിന്നെ അലോയ്സ് ആണ് മെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അലോയ്സ് ചെയ്തിട്ടുണ്ടല്ലേ? അലോയ്സ് വലിയ ടോപ്പ് അലോയ്. ഇത് നോർമൽ അലോയ് ആണല്ലോ, വെളിയോട്ടൊന്നും ബൾജ് നിൽക്കാത്ത രീതിയിൽ നോർമൽ അലോയ്. പെട്ടി കാര്യങ്ങളൊന്നും കിട്ടുന്ന രീതിയിലുള്ള അലോയ് അല്ല. ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഓണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിട്ടേക്കും. അല്ലാതെ വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. ഓക്കെ, സീറ്റ് കവറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സീറ്റ് കവർ നമുക്കിപ്പോ ഒരു വണ്ടി എടുത്ത് ഉടനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഞാനത് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊന്നും സ്ഥലത്തില്ല അതുകൊണ്ടാണ് ചെയ്യാൻ. ഈ ബ്ലാക്ക് കളർ എടുത്തിട്ടേ എപ്പോഴും കഴുകി തുടച്ചു കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? എങ്ങനെ ബ്ലാക്ക് കളർ? ഞാനൊരു ബ്ലാക്കിന്റെ കടുത്ത ആരാധകനാണ്. എനിക്ക് നേരത്തെ ഇരുന്ന വണ്ടിയും ബ്ലാക്ക് ആണ്. ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഏറ്റവും ലുക്കുള്ള കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. അത് ഏറ്റവും ഷൈനിങ്. ഒരു ഇതിനകത്ത് ഡെഫോണോ എന്തെങ്കിലും ഞാൻ ഗ്രാഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഗ്രാഫൈൻ ചെയ്തില്ലല്ലോ ഈ വണ്ടിക്ക് ഈ കളർ തന്നെ ഉണ്ട്. ഉണ്ട്, നല്ല ഷൈനിങ് ഉണ്ട്. നമുക്കിപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു കളറാണ്. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു കളർ ഈ ബ്ലാക്ക് കളറാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കളർ. ഈ വണ്ടിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ഇത്ര നാൾ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. എന്തെങ്കിലും മോശം അഭിപ്രായം? കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മോശം അഭിപ്രായം? എഞ്ചിൻ നോയ്സ് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് ഈ ടൈമിംഗ് ചെയിൻ വരുന്നോണ്ടാണെന്നുള്ളത്. ടൈമിംഗ് ചെയിനും ഫയർവാളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊക്കെ കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ലിവറിന്റെ ഒരു അത് മാത്രമേ ഞാനൊരു ഗിയർ ലിവർ. എനിക്ക് തോന്നുന്നു റോഡ് കണക്ഷൻ ആയിരിക്കും വരുന്നല്ലേ? റോഡ് കണക്ഷൻ വരുന്നതിന്റെ ആ ഒരു ഇത്. കാരണം കുറച്ചുകൂടെ ഹെവി വണ്ടികളിലൊക്കെ SUV വേണ്ടതൊക്കെ ഞാൻ ഓടിച്ചിട്ടുള്ള സമയത്ത് അതിനകത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം ഒന്ന് ചവിട്ടുന്ന സമയത്ത് ആ ഗിയറിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വണ്ടികളിലുള്ള ഗിയറിന്റെ ആ ഒരു സിസ്റ്റം ഇതിലുള്ള വന്നിട്ടുണ്ട്. എനിക്ക് വേറെ അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല.
ഇനി ഞാൻ കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്യട്ടെ, ഇപ്പം കുറച്ച് കിലോമീറ്റർ ആയതേ ഉള്ളൂ. ഞാൻ പോയിട്ടുണ്ട്, കാരണം ഈ ഒരു വണ്ടിയിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഏകദേശം മൂകാംബിക അവിടുന്ന് കുടക് ആ റൂട്ട് പോയിട്ടുണ്ട്, മംഗലാപുരം റൂട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയായിരുന്നു, നല്ല ഡ്രൈവ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒത്തിരി ടയർഡൊന്നും ആയിട്ടില്ല, നല്ല യാത്രയായിരുന്നു. യാത്രയൊന്നും വലിയ കുഴപ്പമുള്ള എന്റെ വണ്ടി ഇപ്പൊ കാണുമ്പോൾ പലരും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി നോക്കുന്നുണ്ട്, എന്തോ എനിക്കറിയില്ല. ഈ അലോയി കണ്ടായിരിക്കും, ഇതൊക്കെ കണ്ടായിരിക്കും, പലരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാൻ. ഓക്കെ, സനല് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണും. നമുക്ക് ഒരു വണ്ടി ഉപയോഗിച്ചിട്ട്, അതായത് മെക്കാനിക്കായിട്ടുള്ള ആൾ ഉപയോഗിച്ചിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം സനല് ഇപ്പം നിലവിൽ മൾട്ടി ബ്രാൻഡാണ് ചെയ്യുന്നത്, കുറേ വർഷങ്ങളായിട്ട് മൾട്ടി ബ്രാൻഡ് ആണ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് പോലും വണ്ടിയെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. എല്ലാ വണ്ടിക്കും പോസിറ്റീവും നെഗറ്റീവുകളും ഉണ്ട്. ഒരിടത്ത് പോസിറ്റീവ് മാത്രം കണ്ടിട്ട് നമുക്കൊരു വണ്ടി നോക്കാൻ പറ്റത്തില്ല, നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്. അപ്പം നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. അപ്പം സനലിനെ സംബന്ധിച്ച് ഒരു എത്ര ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി? ഞാൻ ഈ വണ്ടിയിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മൊത്തം വണ്ടിയിലുണ്ട്. തന്നെയല്ല എന്റെ അഫോർഡബിൾ റേറ്റിനുള്ള വണ്ടി. റേറ്റ് എനിക്ക് തോന്നുന്നു എടുത്ത സമയത്ത് 8 ലക്ഷം രൂപ താഴെ ഓൺ റോഡ് 8 ലക്ഷം രൂപ താഴെ ആയിട്ടുള്ളൂ. സെക്കൻഡ് മോഡലാണ്, ബേസ് മോഡലല്ല. അതിന്റെ ബേസ് മോഡൽ വരുന്ന സമയത്ത് നമുക്ക് ഓൺ റോഡ് വരുന്ന സമയത്ത് 730 ഓൺ റോഡ് വരുന്നത്. 4 വർഷം വാറന്റിയും ബേസിക് ആക്സസറീസ് എല്ലാം ചേർത്തിട്ട് 730 വരുന്നത്. ഇത് സെക്കൻഡ് മോഡലായിട്ട് തന്നെ നമുക്ക് ഒരു 8 ലക്ഷം രൂപ താഴെ ഇത്ര കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത്ര ഒരു വലിയ വണ്ടി, ഇത്ര ലുക്ക് വെച്ചൊരു ലുക്ക് സീരീസിലുള്ള വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ സനലിന്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.